എല്ലാവർക്കും നമസ്കാരം. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിയുടെ 14 ജില്ലാ രൂപീകരണത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൻ്റെ പൂർണ്ണമായ വീഡിയോ നിങ്ങൾക്ക് കാണാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? നിങ്ങൾക്കൊക്കെ നമ്മൾ പത്രക്കുറിപ്പ് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച്. പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടതും മറ്റുള്ളവരെ കേൾപ്പിച്ചതും ഇത് ഒരു തട്ടിപ്പ് കമ്പനിയാണ്, ഒരു മണി ചെയിൻ കമ്പനിയാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിൻ്റെ യാഥാർത്ഥ്യം 16 ലക്ഷത്തോളം ആളുകൾ കമ്പനിയുടെ ഡീലർമാരായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടും 2016 തുടങ്ങി 2023 ഡിസംബർ 7 വരെ ഈ 16 ലക്ഷം മെമ്പേഴ്സിൽപ്പെട്ട ഒരാൾക്ക് പോലും ഈ കമ്പനിയോട് യാതൊരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഈ 16 ലക്ഷം ആളുകളും കൊറോണ സമയത്തും മറ്റൊക്കെ ജീവിതമാർഗമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു മേഖല കൂടിയാണ്. അവർക്കൊക്കെ കൃത്യമായി വരുമാനം ലഭിക്കുകയും ഓൺലൈൻ മേഖല ഒരു അന്യരാജ്യങ്ങളിൽ നിന്നുള്ള പണം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സംവിധാനം തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങുന്ന രീതിയിൽ അത് വാങ്ങുകയും മറ്റുള്ളവർക്ക് വാങ്ങിപ്പിക്കുന്നതിലൂടെ ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. എന്നാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം, ഈ കമ്പനിയുമായി യാതൊരു ബന്ധമോ അല്ലെങ്കിൽ ഇതിലൊരു അംഗമോ അല്ലാത്ത ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ 2023 ഡിസംബർ 7 ഈ കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് തൃശ്ശൂർ ജില്ലാ കലക്ടർ. അതിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും 10 ദിവസത്തേക്ക് ആ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടരുത് എന്നും 10 ദിവസത്തേക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കണമെന്നും അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്തു കൊടുക്കണമെന്നും ഒരു അനുകൂല വിധി വരികയും ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ബാങ്കുകാർക്ക് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്ന് പകരം റിപ്പോർട്ട് കൊടുക്കുകയും അതിനുശേഷം 23 കഴിഞ്ഞാൽ വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുമസും ഹോളിഡേയ്സും എല്ലാം ആയതുകൊണ്ട് തന്നെ ആ 10 ദിവസം അങ്ങനെ കടന്നുപോയി. പിന്നീട് തൃശ്ശൂർ സെഷൻ കോടതിയിൽ നിന്നും പല രീതിയിൽ നമ്മളുടെ പ്രൊജക്റ്റുകളും പ്രൊഡക്റ്റുകളെ കുറിച്ചും എല്ലാം നല്ല രീതിയിൽ വാദം പൂർത്തിയായെങ്കിലും അവിടെ നമുക്ക് ഒരു പ്രതികൂലമായ വിധിയാണ് തൃശ്ശൂർ സെഷൻ കോടതിയിൽ നിന്നും ലഭിച്ചത്. എന്നാൽ ഒരു ബഡ്സ് ആക്ടിലേക്ക് ഒരു കമ്പനിയെ ഉൾപ്പെടുത്തുമ്പോൾ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പെർമനൻ്റ് അറ്റാച്ച് ചെയ്യേണ്ട സമയത്ത് അത് 70 ദിവസത്തിലേക്ക് കടന്നുകൊണ്ടായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതിന് അപ്പീൽ സമർപ്പിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും കമ്പനിക്ക് അനുകൂലമായ ഒരു വിധി നടത്തി വരികയും ചെയ്തു. എന്നാൽ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് അന്നേ ദിവസം തന്നെ രാത്രി 10:30 തൃശ്ശൂർ ജില്ലാ കലക്ടർ കമ്പനിയുടെ അക്കൗണ്ടുകൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഇതിൽ ഞങ്ങൾ വളരെയധികം ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു കമ്പനിയുടെ വളർച്ചയെ ആരൊക്കെയോ ഭയക്കുന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് 180 കോടി രൂപയോളം നമ്മുടെ ഗവൺമെൻറ്റിന് GST ഇനത്തിൽ നൽകിയ ഒരു കമ്പനിയാണ്. 2023 സാമ്പത്തിക വർഷത്തിൽ മാത്രം 70 കോടി രൂപയോളം നമ്മുടെ ഗവൺമെൻറ്റിന് GST അടച്ചു പോകുന്ന ഒരു കമ്പനി. അതുപോലെ തന്നെ 2500ഓളം ഫേമുകൾ, ഈ ഫേമുകളും GST അടച്ചുകൊണ്ടാണ് ഈ കമ്പനി പോന്നിരുന്നത്. ഇത്രയും വലിയ രീതിയിലേക്ക് ഒരു കമ്പനിയുടെ വളർച്ചയെ ആരൊക്കെയോ ഭയന്നതിൻ്റെ പേരിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ കമ്പനിക്ക് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയ നമ്മൾ കമ്പനി കൃത്യമായിട്ടും അതിൻ്റെ ലീഗൽ രീതിയിലൂടെ ഹൈക്കോടതിയിലാണ് ഇപ്പോൾ ആ കേസ് നിലനിൽക്കുന്നത്. ആ വിഷയം ഞാൻ ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ വിളിച്ചിട്ടുള്ള ഈ പത്രസമ്മേളനം ഞങ്ങളുടെ 16 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് ആളുകൾ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. 42 FIRകൾ മാത്രമേ ഈ 16 ലക്ഷം അംഗങ്ങളിൽ നിന്നും
വന്നിട്ടുള്ളൂ. 67 FIRകളാണ് 1.5 വർഷമായിട്ട് ആകെ ഈ 16 ലക്ഷം എംപ്ലോയീസിൽ നിന്നും വന്നിട്ടുള്ളൂ. അത് തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെ വിഷയം. പക്ഷെ കോടതിയിലൊക്കെ ചർച്ച നടക്കുന്നത് ഈ 62 പേരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. പക്ഷേ 16 ലക്ഷത്തോളം അംഗങ്ങൾ ഈ കമ്പനിയെ വിശ്വസിച്ചു, അവരുടെ വരുമാനം നഷ്ടപ്പെട്ടു, അവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങേണ്ട രീതിയിൽ വീടും കുടിയൊക്കെ ജപ്തി നടപടികൾ നേരിട്ടുകൊണ്ടും വിവാഹങ്ങൾ മുടങ്ങിക്കൊണ്ടും നിത്യോ വരുമാനം സ്റ്റോപ്പ് ചെയ്ത ഈ ആളുകൾ ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുമോ എന്ന ഭയത്തിൽ നിന്നാണ് ഞങ്ങൾ അവരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ സൊസൈറ്റിക്ക് രൂപം നൽകി. ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി. ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നൊരു സൊസൈറ്റിക്ക് രൂപം നൽകി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായങ്ങൾ ചെയ്യാനും, അഥവാ കമ്പനി എല്ലാ പേപ്പറുകളും കമ്പനി GSTൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് തന്നതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തികച്ചും നിയമപരമായി മുന്നോട്ട് പോയിരുന്ന ഒരു കമ്പനിയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി മറിച്ച് എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ പരിഹരിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഈ സംവിധാനത്തെ നിലനിർത്തണം എന്നുള്ളതിന് വേണ്ട നിയമ നടപടികൾ കൈക്കൊള്ളാനും അധികാരികൾക്ക് ഇന്ന് ഞങ്ങൾ 14 ജില്ലയിലും, ആദ്യ തൃശ്ശൂർ ജില്ലയിൽ കമ്മിറ്റി രൂപീകരണ ശേഷം 14 ജില്ലയിലും ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റിക്ക് നമ്മൾ കമ്മിറ്റി രൂപീകരണം ഇന്നലെ പൂർത്തിയായി. ഇന്നലെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഇന്ന് പ്രധാനമന്ത്രിക്കും എല്ലാം നമ്മളുടെ നിവേദനങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തട്ടിപ്പ് കമ്പനി, ഇത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന ഒരു സംവിധാനത്തെ ഈ ചാനലുകളിൽ എന്തോ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും അതിനെ ഒരു തട്ടിപ്പ് കമ്പനി എന്നും വെട്ടിപ്പ് കമ്പനി എന്നും പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെപ്പോലും ഇന്ന് വരെ കാണുകയോ ക്ഷണിക്കുകയോ ഞങ്ങളോട് ആരോടെങ്കിലും ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനോ ആരും തയ്യാറായില്ല എന്ന ഒരു പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു തെറ്റായ വാർത്ത കൊടുത്താൽ പോലും അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്നത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി ഞങ്ങൾ 14 ജില്ലകളിലും മീറ്റിംഗ് വെച്ചപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു, 2016 മുതൽ തുടങ്ങിയ കമ്പനി 2023 ഡിസംബർ 7-ാം തീയതി അക്കൗണ്ട് മരവിപ്പിക്കുന്നത് വരെ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു 100 രൂപ ലഭിക്കാനുണ്ടോ? 100 രൂപ ലഭിക്കാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ സൊസൈറ്റി ഇവിടെ പിരിച്ചു കൊടുക്കും. 14 ജില്ലകളിൽ നിന്നും ഞങ്ങൾക്കൊരാളെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ എവിടുന്നാണ് തട്ടിപ്പ് എന്ന വാക്ക് ജനിച്ചു വന്നത്? എന്താണ് തട്ടിപ്പ്? എന്താണ് വെട്ടിപ്പ്? ഇതിന് ഒരു പരിഹാരം വേണം. കാരണം ഞങ്ങൾ കോടതിയിൽ കേസ് നാളെയാണ് എന്നുണ്ടെങ്കിൽ എന്ന് ന്യൂസ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക, അതിൽ വെച്ച് തട്ടിപ്പിൽ വീണ്ടും അന്വേഷണം, വീണ്ടും 50ഓളം ആളുകൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ആ ആളുകളൊക്കെ ജാമ്യം എടുത്ത് നടക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്കൊക്കെ അറസ്റ്റിന് ഈടി വരികയെന്നൊക്കെ പറയുമ്പോൾ കള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? അപ്പോൾ നിങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് മറ്റാരുമില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കമ്പനിയുടെ നിജസ്ഥിതി മനസ്സിലാക്കുക. ഗവൺമെൻറ്റിലേക്ക് അടച്ച ടാക്സ്, അതുപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റുകൾ, ഞങ്ങളുടെ ഓരോ അംഗങ്ങൾക്കും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് അനുകൂലമായിട്ട് ഈ ഒരു കമ്പനി നാടിന് വേണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, മറ്റുള്ള സാമ്പത്തികമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല നേട്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് 16 ലക്ഷത്തോളം ആളുകളുടെ ജീവിതമാണ്, അവരുടെ സ്വപ്നമാണ് ഈ തകരാൻ പോകുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ആത്മഹത്യയിലേക്ക് ഇതിനെ തള്ളിവിടുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും കാര്യം കോടതിയിലാണെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വേണ്ട നടപടികൾ ഉണ്ടാവണം എന്നുള്ളതിന് നിങ്ങളെല്ലാവരും നല്ല വാർത്തകൾ കൊടുത്ത് ഞങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു അപേക്ഷയ്ക്ക് വേണ്ടി മാത്രം വിളിച്ച ഒരു പത്രസമ്മേളനമാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്ന ഞാൻ വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്, എഴുതിയിട്ടുണ്ട്. ബാക്കി ഇവിടെ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു.
ഈ 16 ലക്ഷം വരുന്ന ജനങ്ങൾ ഇവർ നിസ്സാരക്കാരായി നിങ്ങളാരും കാണരുത് എന്നൊരു അപേക്ഷ, എളിയ അപേക്ഷ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യം നടന്നിട്ടുണ്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ചിലക്കെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾ വരാം. ഈ കമ്പനിക്കെതിരെ ഫസ്റ്റ് FIR ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന്റെ 3 മാസം മുമ്പ് തന്നെ ഈ കമ്പനിയെ, ഹൈറിച്ച് എന്ന ഈ കമ്പനിയെ ഞങ്ങൾ തകർക്കും, ഞങ്ങൾ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഹൈറിച്ച് കമ്പനിയെ ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്ന വീഡിയോകൾ ഞങ്ങളുടെ കയ്യിൽ. നിർഭാഗ്യവശാൽ അതിനുശേഷം കേസ് വന്നു, ഫ്രീസിങ് വന്നു. ഫ്രീസിങ് വന്ന ഉടനെ 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. 1.5 വർഷമായി ഇന്ന് പോലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഹൈറിച്ചിനെതിരെ കൃത്യമായി അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയെ, ഈ വളർന്നു വരുന്ന കമ്പനി ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സാധ്യമായി ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വളരെ കോമൺ ആയി പ്രചരിപ്പിക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണ് കമ്പനി ചെയ്തത്. മെർക്കൻറ്റൈൽ സിസ്റ്റം, കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലൂടെ തങ്ങളുടെ പ്രൊജക്ടുകളും കാര്യങ്ങളും കൊടുക്കുക. ഇതായിരുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുലഭമായി നടക്കുന്ന സംഗതികളാണ്. ഒരിക്കലും ഇതൊരു മണി ചെയിൻ ആയിട്ടല്ല പ്രവർത്തിച്ചത്, ഇതൊരു തട്ടിപ്പ് കമ്പനി ആയിട്ടല്ല പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട പത്രക്കാരായാലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, 16 ലക്ഷം ജനങ്ങൾ ഇന്ന് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 1.5 വർഷത്തിനടുത്ത് ഒരൊറ്റ പത്രക്കാർ പോലും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ഈ ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്ത 16 ലക്ഷം വരുന്ന ആളുകളോട് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്, നിങ്ങൾ ഈ കമ്പനി പറ്റിച്ചോ എന്ന് ഒരൊറ്റ പത്രക്കാർ പോലും ഞങ്ങളോട് ചോദിച്ചില്ല. ഞാൻ നിങ്ങളോട് അത് പരാതിയായിട്ടല്ല പറയുന്നത്, ഞങ്ങൾക്കതിൽ വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ അറിയുന്ന പത്രക്കാർ, ഞങ്ങൾ കാണുന്ന പത്രക്കാർ ഈ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രക്കാരാണ്, ഈ നാടിന്റെ ജനങ്ങളുടെ പൾസ് അറിയുന്ന പത്രക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വക ഒരു അന്വേഷണം നടത്തിയിട്ട് ഈ 16 ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റിക്ക് കൂടെ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ, വളരെ വിനയപുരസ്കാരമുള്ളൊരു അപേക്ഷ. പിന്നൊന്ന് പറയാനുള്ളത്, ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായി ഉച്ചയ്ക്ക് 2 മണിക്ക് വിധി വരികയാണ്. 2:30 മണിക്ക് ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു യൂട്യൂബ് വീഡിയോ 2:30 മണിക്ക് വരികയാണ്. അതിൽ പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് വീണ്ടും ഫ്രീസ് ആവും, അതിന് ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരാം. അന്ന് രാത്രി 10:30 മണിക്ക് വീണ്ടും ഫ്രീസ് ചെയ്തപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പോലും ഇവർ കൃത്യമായി അറിയുന്നുണ്ട് എന്ന് ഞങ്ങളത് മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഇവര് നിസ്സാരക്കാരല്ല. ഈ ഹൈറിച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന നിസ്സാരക്കാരല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. അതായത് GST അടച്ച് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. കാരണം ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു പ്രസ് ക്ലബ്ബ് നടത്തിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ മലപ്പുറത്ത് കയറി. ഞങ്ങളുടെ സംസാരം കൂടി എന്നത് പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാം, അതായിരിക്കും നല്ലത്. ഞാൻ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. നമ്മൾ 2025 മാർച്ച് 7-ാം തീയതി നമ്മൾ രജിസ്റ്റർ ചെയ്തത്. ഇതിൻ്റെ ഒറിജിനൽ രജിസ്ട്രേഷൻ ഫോമാണിത്. പല നെഗറ്റീവ് ചാനലുകാരും നെഗറ്റീവ് ഗ്രൂപ്പുകാർ ഞങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ ഇല്ല, ഇത് വേറൊരു ഉടായ്പ സൊസൈറ്റി ആണെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് ഇത്. കൃത്യമായിട്ട് ഞാനാണ് സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു അപേക്ഷ കൊടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് വേറൊരു സൊസൈറ്റി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സത്യവാങ്മൂലം ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെമ്മോറാണ്ടം. കൃത്യമായിട്ട് ഇതിട്ടുണ്ട്. 500 രൂപയുടെ മുദ്രപത്രത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ശരിക്കും 200 രൂപ രജിസ്ട്രേഷൻ ഫീസും 100 രൂപ വരിസംഖ്യയാണ് നമ്മുടെ ബൈലോയിൽ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആകെ 200 രൂപയാണ് ഇത് വാങ്ങുന്നത്. അതിൻ്റെ ചിലവ് ഞങ്ങൾക്ക് ലീഗൽ അഡ്വൈസർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഓരോ മീറ്റിങ്ങിന് ചിലവും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ഓഡിറ്റബിൾ ആണ്. ഓരോ വർഷവും കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് 1955 തിരുക്കൊച്ചി സാഹിത്യശാസ്ത്ര ധർമ്മസംഘ രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്തെന്ന രജിസ്ട്രേഷനാണ്. ഇതിനും പാൻ കാർഡും അടക്കമുണ്ട്. ഞങ്ങൾ 5 ബാങ്കുകൾ പോലും ഞങ്ങൾക്ക് ശരിക്കും അക്കൗണ്ട് കിട്ടിയില്ല. ഈ ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഹൈറിച്ചിലുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും കണ്ട് അവരോട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം രൂപീകരിച്ച സൊസൈറ്റിയാണ്. നിയമപരമായിട്ട് കമ്പനിയെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഓക്കെ, മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഇവിടെ വലിയൊരു വിരോധാഭാസം എന്താന്ന് വെച്ചാൽ
എന്നൊക്കെ കോടതികളിൽ കേസ് വരുന്നു, നിങ്ങൾ എല്ലാവരും പത്രക്കാരെല്ലാവരും ശ്രദ്ധിക്കണം. കോടതികളിൽ എന്നൊക്കെ കേസ് വരുന്നു, അതിന്റെ 2 ദിവസം മുമ്പ് തൊട്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പിന്നെ അച്ചടി മാധ്യമങ്ങളിലും ഹൈറിച്ചാണ് തലക്കെട്ട്. കോടതികളിൽ എന്നൊക്കെ കേസ് എടുക്കുന്നു അതിന്റെ 2 ദിവസം തൊട്ട് കൃത്യമായിട്ട് ഈ അജണ്ട സ്ക്രിപ്റ്റ് എഴുതി അജണ്ട തയ്യാറാക്കുന്നവരുടെ വാർത്തകളാണ് പത്രക്കാർ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെ കോടതികളിൽ കേസ് വരുന്നു അതിന്റെ 2 ദിവസം മുന്നേ ഇത് വെറുതെ ഇല്ലാത്ത ന്യൂസുകൾ അല്ലെങ്കിൽ പഴകിയ ന്യൂസുകൾ എടുത്ത് പൊടി തട്ടിയിട്ട് പോകും. എന്തിന്റെ ലക്ഷ്യത്തിലാണെന്നൊക്കെ നമുക്ക് കുറെ അറിയാൻ കഴിയും, പക്ഷെ പരസ്യത്തിൽ നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആരൊക്കെയോ ഈ കമ്പനിയെ തകർക്കാൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ കേരളത്തിന് ഒരു കൃത്യമായിട്ട് ഗവൺമെന്റും ഒക്കെ അന്വേഷിക്കട്ടെ ഈ കമ്പനിയുടെ പ്രവർത്തനം. അതിൽ ലീഗാലിറ്റിയിൽ വല്ല വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കട്ടെ. നമ്മൾ സൊസൈറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണടല്ല. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ROC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് കമ്പനിക്ക്. എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ടാണ് ഈ കമ്പനി 2016 തൊട്ട് 2023 ഡിസംബർ വരെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം രാജ്യത്ത് പ്രവർത്തിച്ചത്. ഈ 2016 തൊട്ട് 2023 ഡിസംബർ 7 വരെ ഈ കമ്പനിയുടെ അടുത്ത് ഗവൺമെന്റ് ടാക്സ് പിരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇവിടെ 180 കോടി രൂപയോളം ടാക്സ് കൊടുത്ത കമ്പനിയാണ്. പിന്നെ ഇത് എപ്പോഴാണ് തട്ടിപ്പ് കമ്പനിയായി മണി ചെയിൻ കമ്പനിയായിട്ട്? അപ്പൊ ഇത്രയും കാലം ഗവൺമെന്റുകൾ നോക്കുകുത്തിയായില്ല. അപ്പൊ ഇത് അത്തരത്തിലേക്കൊരു വിഷയം വന്നത് ഇങ്ങനെ ഒരു തട്ടിപ്പ് കമ്പനി, ഒരു മണി ചെയിൻ കമ്പനി എന്ന് മുദ്ര കുത്തിയെങ്കില് ജനങ്ങൾക്കിടയിൽ ഈ കമ്പനിയെ താറടിച്ച് കാണിക്കാനും ജനങ്ങൾക്കിടയിൽ മറ്റ് ജനങ്ങൾക്കിടയിലൊക്കെ അപകീർത്തിപ്പെടുത്താനും ആ രീതിയിൽ കേസ് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ഇതിന്റെ അജണ്ട, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അജണ്ട നിശ്ചയിക്കുമ്പോൾ അവർ കരുതി കൂട്ടിണ്ടാക്കിയതാണ്. 16 ലക്ഷം ജനങ്ങളാണ് ഇന്ന്. ഇന്നലെ പോലും കണ്ണൂരിൽ ഒരു സ്ത്രീ വിളിച്ചു പോകുന്നു, സാറേ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. കേരളം കാണുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയാൻ പോവാണ്. ഇത് സത്യത്തിൽ കമ്പനി കാരണമല്ല, ഈ കമ്പനി പൂട്ടിച്ചവർ കാരണമാണ്. വളരെ നല്ല രീതിയിൽ പോരുന്ന ഒരു കമ്പനിയാണ്. ഇന്നിപ്പോ പിന്നെ ഗൂഗിൾ എന്താ ചെയ്യുന്നത്? ഇല്ല, ഞങ്ങളെല്ലാവരും ഇതിൽ പൈസ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞത്. അതെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഗവൺമെന്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ 16 ലക്ഷം അംഗങ്ങളിൽ നിന്ന് എന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ ആ ഒരാളെ നിങ്ങൾ കാണിച്ചു തരും. അല്ല, നിങ്ങൾ ഈ ഗവൺമെന്റ് കണ്ടെത്തിയ ആളെ ഞങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങൾ പൈസ ഇടാറുണ്ട്, അതിലൊരു ബിസിനസ് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനനുസരിച്ച് ഞങ്ങൾ പ്രൊഡക്റ്റ് അതിലൂടെ വിൽക്കാൻ പറ്റും. ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കമ്പനിയിൽ കൊടുത്ത പൈസക്ക് പർച്ചേസ് റെഡിങ് കൂപ്പൺ ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങളെ ഓൺലൈനിലൂടെ നിത്യോപയോഗ എവിടെ ഒളിവിൽ നിൽക്കുന്ന ആരാണ്? നിങ്ങൾക്ക് അതാണ് കിട്ടുന്ന വിവരം. നിങ്ങൾ ഒളിവിലാണെന്ന് ന്യൂസ് വരുമ്പോഴും ഞങ്ങളെ കൂടിയും ഈ കോടതിയിൽ കേസെടുത്തിനോടത്തും ഈ MDന്റെ വൈപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ MD അറസ്റ്റിലാണ്. അതിന്റെ കാരണം എന്താ? അത് ജാമ്യം കിട്ടാത്തതിന്റെ കാരണം ഒരു സാധാ 420 കേസ്, ഇത് ഹൈറിച്ച് കമ്പനി പിന്നെ ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഫ്രീസ് ചെയ്തതിന് ശേഷം വന്ന കേസുകളാണെങ്കിൽ പോലും ആകെ 5 കോടി രൂപന്റെ ഉള്ളിലേ ഉള്ളൂ. 270 കോടി രൂപയോളം ഇവിടെ അക്കൗണ്ടിലുണ്ട്. ഇനി 5 കോടി രൂപ ഏകദേശം വന്ന കേസ് തന്നെ എടുത്തു നോക്കിയാൽ അവർ അതിൽ പിന്നെ കൊടുത്തിട്ടുള്ളതിലേറെ വാങ്ങിയ ആളുകളുണ്ട്. ഇനി അത് പോട്ടെ, ആർക്ക് വേണ്ടി? ഞങ്ങളതിലുള്ള ആൾക്കാരും ഞങ്ങളതിന്റെ ജോലി, ഞങ്ങൾക്ക് വരുമാനമുള്ള, പിന്നെ ഞങ്ങൾക്ക് വേറെ കമ്പനിയുടെ വെള്ളം പൂസണ. ഞങ്ങളെ കമ്പനിനല്ലേ ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു വേറെ കമ്പനി പറഞ്ഞേരി. ആ
ഞങ്ങൾക്ക് ഇന്ന് വരുമാനവും കാര്യം കൃത്യമായി കിട്ടി. ഞങ്ങൾ 16 ലക്ഷം അംഗങ്ങളെ പറ്റിക്കാതെ ആരെയാണ് പറ്റിച്ചത്? ആ ഒരാളെ നിങ്ങൾ കാണിച്ചു തരി. ഗവൺമെന്റിനെ പറ്റിച്ചോ? അത് പറയൂ. പിന്നെ ആരെ പറ്റിച്ചു? എവിടുന്ന ഈ പറ്റിപ്പ് എന്നുള്ള വാക്കുണ്ടായത്? എന്താണ് മണി ചെയിൻ? നിങ്ങൾ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ ഹൈറിച്ച് മണി ചെയിൻ, എന്താ മണി ചെയിൻ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരി, ഞങ്ങൾക്ക് പഠിക്കണം. ഞങ്ങളെ ജീവിതം വെച്ചാണ് ഈ കളി. 1.5 വർഷമായി. അപ്പോ സൊസൈറ്റി ഇപ്പൊ ഞങ്ങൾ സൊസൈറ്റി ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്ത് അവരെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് സൊസൈറ്റിക്കുള്ളത്. പക്ഷെ കമ്പനിയും ഞങ്ങളും വേറെ, കമ്പനി അവിടെ ലീഗലായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ, ഞങ്ങളുടെ തൊഴിലാണ്. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ കേസും അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ അധികാരികൾക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 14 ജില്ലയിലും കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു നല്ല രീതിയിൽ തന്നെ ഞങ്ങളൊരു കുടുംബ സംഗമം, എന്താണ് ഹൈറിച്ച്, എന്താണ് ഈ ഹൈറിച്ചിലെ കമ്മ്യൂണിറ്റിക്ക് പറയാനുള്ളത് എന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതിയിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിൻ്റെ കേസ് വേറെ തന്നെ ഫയൽ ചെയ്യാണ്. കാരണം 14 ജില്ലയും രൂപീകരണത്തിന് ശേഷമാവണം എന്ന് കരുതിയാണ്. അപ്പോൾ ഇതിന് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ 16 ലക്ഷം അംഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളോട് ഞങ്ങളൊരു അപേക്ഷ പോലെ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ ജനങ്ങൾക്ക് അറിയിക്കുക. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സൊസൈറ്റിയുടെ ലേബിളിലാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു. പ്രസ് മീറ്റിൽ സംസ്ഥാന ഭാരവാഹികളായ അബ്ദുൽ ബാരി കാടാമ്പുഴ, വിനീഷ് കുമാർ, മൊയ്തീൻ കുട്ടി, മോളി ജോസഫ്, രാജൻ മടവൂർ, ഷാജഹാൻ, സുനിൽ കുപ്പോൾ, സഫീറ, സൂരജ്, ജംഷീർ എന്നിവരും കൂടാതെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായ ഷെരീഫ്, രാധിക, ഷമീർ എന്നിവരും പങ്കെടുത്തു.